പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തിൽ ഇടനിലക്കാരുണ്ടോ? ഇപ്പോൾ നടക്കുന്ന വലിയൊരു ചർച്ചയാണത്. കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത് ഇടനിലക്കാരനായി ഒരു ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തു എന്നാണ്. 24 ഒബ്സർവർ ഇക്കാര്യം പരിശോധിക്കുന്നു. 24 ഒബ്സർവർ വരുന്നു. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ കൂലങ്കഷമായി ഒന്ന് പരിശോധിക്കുക. ഗുഡ് മോർണിംഗ് SKN. വലിയ ചർച്ചയാണിപ്പോൾ ഈ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തിന് പിന്നിൽ ഇടനിലക്കാരുണ്ടോ എന്ന കാര്യം. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത്. CPIM-ന് മുഖ്യമന്ത്രിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തിന് പിന്നിൽ എന്ന ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം 24 ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയിരുന്നു. പത്മജ വേണുഗോപാലിൻ്റെ കുടുംബവുമായി, കരുണാകരൻ്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കൊച്ചി മെട്രോയുടെ MD ആയിട്ടുള്ള മുൻ DGP ലോക്നാഥ് ബെഹ്റ. അദ്ദേഹത്തിലേക്കാണ് ഈ ആരോപണങ്ങൾ നീളുന്നത് എന്ന നിലയിലാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് ലോക്നാഥ് ബെഹ്റയെ കഴിഞ്ഞ ദിവസം 24 പ്രതിനിധി കണ്ടിരുന്നു. എന്നാൽ ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണിത്, കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുമാണ് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത്. പിന്നാലെ പത്മജ വേണുഗോപാലിൻ്റെ സഹോദരനും കോൺഗ്രസ് നേതാവും ഇപ്പോൾ തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിയുമായ മുരളീധരൻ തന്നെ രംഗത്തെത്തി. ഇതിന് പിന്നിൽ ഇടനിലക്കാരനായത് ലോക്നാഥ് ബെഹ്റയാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മുഖ്യമന്ത്രിയുമായും അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല തൻ്റെ കുടുംബവുമായി, അദ്ദേഹം കൊച്ചി പോലീസ് കമ്മീഷണറായി ജോലി ചെയ്യുന്ന കാലം മുതൽ തന്നെ തൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലോക്നാഥ് ബെഹ്റയാണ് ഇതിന് പിന്നിൽ എന്നാണ്, പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തിന് പിന്നിൽ എന്ന ആരോപണമാണ് മുരളീധരനും ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ലോക്നാഥ് ബെഹ്റയുമായി ബന്ധപ്പെട്ട് BJP കേന്ദ്ര നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നത് അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു നേരത്തെ. അദ്ദേഹം പറഞ്ഞത് 2004 നടന്ന ഗുജറാത്ത് വ്യാജ ഏറ്റുമുട്ടൽ കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, അന്ന് ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ എന്നിവരെ രക്ഷിക്കുന്നതിന് അന്വേഷണ സംഘത്തിൽ NIA-യുടെ സംഘത്തിലുണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റ ശ്രമിച്ചു എന്ന ആരോപണമാണ് നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല കേരളത്തിൽ DGP-ആയി ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചത്, പിണറായി വിജയൻ നിയമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യവും നേരത്തെ തന്നെ KPCC പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിജസ്ഥിതി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വിശദീകരിക്കേണ്ടത് ആരോപണ വിധേയരായവർ തന്നെയാണ്. പത്മജ വേണുഗോപാലും ലോക്നാഥ് ബെഹ്റയും ഒക്കെ ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തും എന്ന് തന്നെ കരുതാം. SKN.